ഹരി ഓം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഹരി ഓം. ഭഗവത്ഗീതയും യോഗവും ഈ വിഷയത്തെ സംബന്ധിച്ച് IYA അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ശ്രീ സുധാകർജി അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഏവർക്കും ഹൃദയംഗമമായ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഭഗവത്ഗീത കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഉപദിഷ്ടമായ ദാർശനിക പാഠമാണ്. ഗീതോപദേശത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ഏറെ വിസ്തരിക്കാൻ സമയമെടുക്കുന്നില്ല. പഠിതാക്കൾക്ക് അഥവാ പ്രേക്ഷകർക്ക് പശ്ചാത്തല കഥയൊക്കെ സാമാന്യമായി പരിചയമുണ്ടാവും. ഗീതോപദേശത്തിൻ്റെ പ്രത്യേകത അതൊരാശ്രമ അന്തരീക്ഷത്തിലോ ഗിരിഗഹ്വരങ്ങളിലോ പ്രശാന്ത സുന്ദരമായ കാനന പ്രദേശങ്ങളിലോ വെച്ച് ഉപദേശിക്കപ്പെട്ടിട്ടുള്ളതല്ല എന്നുള്ളതാണ്. ഈ ഒരു വസ്തുതയെക്കുറിച്ച് ആചാര്യന്മാർ പ്രത്യേകം എടുത്തു പറയുന്ന കാര്യം, ഗീതോപദേശം ചടുലമായി കർമ്മരംഗത്ത് പ്രയോജനപ്പെടുത്തേണ്ടതാകുന്നു എന്നതാണ്. ലോകോത്തര ദാർശനിക ഗ്രന്ഥമായിട്ടുള്ള ഭഗവത്ഗീതയിലെ ആശയങ്ങളെക്കുറിച്ച് സാർവകാലികം സാർവലൗകികം എന്ന രണ്ട് പ്രയോഗങ്ങളാവാം. അർത്ഥം എല്ലാ കാലത്തിനും യോജിച്ചത്, എല്ലാവർക്കും പ്രയോജനപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവത്ഗീതോപദേശം വ്യാപകമായി പ്രചരിപ്പിക്കാൻ ആവും പോലെ നമുക്കെല്ലാവർക്കും ഉത്സാഹിക്കാം. ഗീതോപദേശത്തിൽ യോഗചിന്തനത്തിന് പ്രസക്തിയുണ്ടോ? തീർച്ചയായും പ്രസക്തിയുണ്ട്. ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാവുന്നത്, എല്ലാ അധ്യായങ്ങൾക്കും, ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളുണ്ട്. ഈ അധ്യായങ്ങൾക്കൊക്കെ യോഗ ശബ്ദം ചേർത്താണ് ഹെഡിങ് അല്ലെങ്കിൽ തലവാചകം, അധ്യായത്തിൻ്റെ പേര് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അർജുന വിഷാദ യോഗം, സാഖ്യയോഗം, കർമ്മയോഗം എന്നിങ്ങനെ പുരോഗമിച്ച് മോക്ഷ സന്യാസ യോഗം, ഇങ്ങനെ 18 അധ്യായങ്ങൾക്കും പേര് യോഗശബ്ദം ചേർത്തിട്ടാണ്. ഇത് യോഗസംബന്ധത്തെ കാണിക്കുന്നു. ഇതി കർത്തവ്യഥാ മൂഢനായി
തേർത്തടത്തിൽ തളർന്നിരുന്ന പാർത്ഥനെയാണ് സാരഥിയായ യോഗേശ്വരൻ ഉപദേശിക്കുന്നത്. ഇതിലെ ഒരു യോഗ പ്രാധാന്യം നമുക്ക് ശ്രദ്ധിക്കാം. ഇതി കർത്തവ്യഥാ മൂഢത്വം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്തുകൂടാ, ഈ വിഷയത്തിലുള്ള ഒരു അന്തസംഘർഷത്തിന്, ഇന്നർ കോൺഫ്ലിക്റ്റിന് പാർത്ഥൻ വിധേയനായി. അതിൻ്റെ പശ്ചാത്തലം വെച്ച് പഠിക്കുന്നത് വളരെ ഗംഭീരമാവും. ഇപ്പം അതിന് മുതിരുന്നില്ല. ഇതി കർത്തവ്യഥാ മൂഢത്വം. വാട്ട് ഷുഡ് ഐ ഡു? എന്ത് ചെയ്യണം എന്നറിയില്ല. ഭഗവത്ഗീതയിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് പരിഗണിച്ച് പറഞ്ഞാൽ ധർമ്മ സമ്മൂഢത്വം. ഞാൻ ആകെ ധർമ്മ സമ്മൂഢതയിൽപ്പെട്ടിരിക്കുന്നു. എന്താണ് ധർമ്മം? ആരുടെ പക്ഷത്താണ് ധർമ്മം? യുദ്ധം ധാർമ്മികമാകുമോ? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ അർജുനൻ്റെ മനസ്സിൽ ഉണരുന്നു. അർജുനാകെ തളരുന്നു. തൻ്റെ തളർച്ചയെ സംബന്ധിച്ച് ആവും വണ്ണം ഭഗവാന് മുന്നിൽ അർജുനൻ വ്യക്തമാക്കുന്നു. മറുവശത്ത് യോഗേശ്വരനായ കൃഷ്ണൻ, സഞ്ജയനാണ് ഗീതോപദേശത്തെ ധൃതരാഷ്ട്രർക്ക് മുന്നിൽ അവതരിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് നമുക്കൊക്കെ സുലഭമായത്. ഇത് ഭഗവാൻ വേദവ്യാസർ രചിച്ചതുമാണ്. സഞ്ജയൻ ഭഗവാൻ കൃഷ്ണനെ പല സന്ദർഭങ്ങളിലും യോഗേശ്വരൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഭഗവത്ഗീതയ്ക്ക് ഏറ്റവും ഉത്തമമായ ഭാഷ്യം, കമൻട്രി രചിച്ചിട്ടുള്ള ശങ്കര ഭഗവത് പാദരും യോഗേശ്വര ശബ്ദം പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. യോഗേശ്വരനായ കൃഷ്ണനാണ് ഉപദേശിക്കുന്നത്. ഉപദേശപക്ഷത്തെ സിദ്ധാന്തപക്ഷം എന്ന് പറയാം. മറുവശത്ത് പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്ത് നിൽക്കുന്നത് സമ്മൂഢചേതനായ അർജുനൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യരുത് എന്നൊന്നും മനസ്സിലാവുന്നില്ല. ധാർമ്മികമായിട്ടുള്ള ഒരു അട്ടർ കൺഫ്യൂഷനിലാണ്. നമ്മുടെ എല്ലാവരുടെയും അന്തഃകരണത്തിലെ ഈ വിക്ഷോഭത്തെയാണ് അതാത് സമയത്ത് കാര്യങ്ങളെ സമഗ്രമായി പഠിച്ച് ശ്രേയസ്കരമായ ലക്ഷ്യത്തിന്, നമ്മുടെ ജീവിതത്തിലെ ആത്യന്തികമായ ഗോൾ, അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മെ തന്നെ ആസൂത്രണം ചെയ്യാൻ സാധിക്കാതെ പോവുക. ഇതാണ് അയോഗ ബുദ്ധി അല്ലെങ്കിൽ യോഗാനുസൃതമല്ലാത്ത ബുദ്ധി എന്ന് പറയാം. അർജുനൻ ഇവിടെ യുക്തനല്ല, യോഗിയല്ല, മറിച്ച് അസ്വസ്ഥ ചിത്തനാണ്. അർജുനന് പ്രസാദാത്മകത ഇല്ല, അർജുനന് സമബുദ്ധി ഇല്ല. ഇതെല്ലാം നിറഞ്ഞ് പരിലസിക്കുന്ന പ്രഭുവാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ യോഗേശ്വരൻ. ഭഗവാന് സമബുദ്ധിയുണ്ട്. സമോഹം സർവഭൂതേഷു നമേ ദേഷ്യോസ്തി ന പ്രിയ. എനിക്കെല്ലാ ഭൂതജാലങ്ങളും സമമാണ്, സമബുദ്ധിയുണ്ട്. ഇതുപോലെ ചിത്തപ്രസാദമുണ്ട് ഭഗവാന്. ഭഗവാൻ യോഗേശ്വരനായ ഭഗവാൻ ഒരു യോഗി എങ്ങനെ ലോകത്തിൽ വ്യവഹരിക്കുമെന്ന് സ്വന്തം ജീവിതത്തിൽ ഉടനീളം പ്രകാശിപ്പിച്ചിരിക്കുന്നു. മായാത്ത മായിക പുഞ്ചിരിയാണ് യോഗബുദ്ധിയുടെ പ്രധാന മുദ്ര, ലക്ഷണം എന്ന് പറയാം. ഭഗവാൻ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാറ്റിനെയും ഫേസ് ചെയ്യും. ഭഗവാന്റെ ജീവിതത്തിൽ ചരിത്രപരമായി അപഗ്രഥിച്ചാൽ എന്തെന്ത് പ്രതിസന്ധികളാണ്, പ്രശ്നങ്ങളാണ് വന്നു ചേർന്നത്. പക്ഷെ എല്ലാറ്റിനെയും പുഞ്ചിരിയോടെ നേരിട്ട ഭഗവാൻ യോഗിയായിരുന്നു, യോഗേശ്വരനാണ്.
സമബുദ്ധിയുണ്ട്, ചിത്തപ്രസാദമുണ്ട്. ഈ ചിത്തപ്രസാദവും യോഗബുദ്ധിയും സമബുദ്ധിയും അതെങ്ങനെയാണ് ഭഗവാൻ സാധിച്ചെടുത്തത്? ഭഗവാന്റെ ജീവിത രഹസ്യം അതന്വേഷിച്ചാൽ ഭഗവാൻ പറയുന്ന മറുപടി എന്തായിരിക്കും? എന്താണ് ഭഗവാന്റെ പുഞ്ചിരിയുടെ ജീവിത വിജയത്തിൻ്റെ രഹസ്യം? ഭഗവാൻ പറയും, അതൊക്കെ ഞാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന്. യോഗശാസ്ത്രമനുസരിച്ച് പരമമായ ലക്ഷ്യം എന്താണ്? ദ്രഷ്ടാവിൽ അവസ്ഥിതനാവുക. ഇതാണ് പരമമായ ലക്ഷ്യം. അതിനെന്തു വേണം? ചിത്തവൃത്തികളെ നിരോധിക്കണം. കാരണം ചിത്തവൃത്തികൾ പലതരത്തിലുള്ള ക്ലേശങ്ങളെ സമ്മാനിക്കുന്നു. പ്രമാണം, നിദ്ര, സ്മൃതി, വിപര്യം എന്നിത്യാദി ക്ലേശങ്ങളെ സംബന്ധിച്ച് പ്രതിപാദനമുണ്ട്. ഈ ക്ലേശങ്ങളെയൊക്കെ അതിക്രമിക്കാനാണ് ഉദ്യമിക്കേണ്ടത്. ഇതിന് യോഗശാസ്ത്രം അനുശാസിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശരിയായ വിവേകം, തദനുസൃതം സംഭവിക്കേണ്ടുന്ന വൈരാഗ്യം. അതിന് നമുക്ക് വിവേകജ വൈരാഗ്യം എന്ന് പറയാം. അതിനനുസരിച്ചുള്ള അഭ്യാസം കൊണ്ടാണ് സ്വസ്വരൂപ നിഷ്ഠയെ നേടിയെടുക്കേണ്ടത് എന്ന് യോഗശാസ്ത്രം അനുശാസിക്കുന്നു. യോഗശ്ചിത്തവൃത്തി നിരോധ എന്ന് ആരംഭിച്ചുകൊണ്ട് ക്ലേശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ച് വിവേക വൈരാഗ്യ അഭ്യാസ നിഷ്ഠ കൊണ്ട് സ്വസ്വരൂപ അവസ്ഥാനം, ഈ സ്വസ്വരൂപ പ്രാപ്തിക്ക് വേണ്ടി ഭഗവാനെക്കുറിച്ച് ഈശ്വര പ്രണിധാനം അതും ആവാം. അവിടെ ഈശ്വരനെ സംബന്ധിച്ച് തസ്യ വാചകഃ പ്രണവഃ, ഓംകാരം ആണ് ആ ഭഗവാനെ അനുസന്ധാനം ചെയ്യാനുള്ള പദം എന്നും പരിചയപ്പെടുത്തുന്നു. ഇതേ പ്രകാരം തന്നെയാണ് ഭഗവത്ഗീതയിലും വിവേകത്തിനുള്ള പ്രാഥമിക പാഠങ്ങൾ ഉപദേശിക്കുന്നു. എന്താ വിവേകം എന്ന് പറഞ്ഞാൽ? വിവേകം എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് അറിയൽ, വിവിച്യ ജാനന്തി. എന്തൊക്കെ തമ്മിലാണ് വകതിരിച്ചറിയേണ്ടത്? ശാശ്വതമായതെന്ത്, ക്ഷണികമായതെന്ത്, പരമമായ സത്യമെന്ത്, അന്യമായി പ്രതിഭാസിക്കുന്നതിൻ്റെ പ്രകൃതമെന്ത്? ഈ ഒരു വിശകലനം ഇത് ഭഗവാൻ യോഗേശ്വരനായ കൃഷ്ണൻ പാർത്ഥന് പറഞ്ഞു കൊടുത്തു. ഭഗവാൻ പറയുന്നു, ഇവിടെ വാസ്തവത്തിൽ രണ്ടേ ഉള്ളൂ. ഈ രണ്ടേ ഉള്ളൂ മനസ്സിലാക്കാനായിട്ട് എന്ന് പറയുന്നതിൽ ഒരു തമാശയുണ്ട്. ഒന്ന് സത്യമാണ് ഉള്ളത്, മറ്റൊന്ന് ഇല്ലാത്തതാണ്. ഇല്ലാത്തതുണ്ട് എന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഉള്ളതിന് മായാവൈഭവമുണ്ട്. എന്താ മായാവൈഭവം എന്ന് പറഞ്ഞാൽ? പലതായി പ്രകാശിതമാവാനുള്ള സാമർഥ്യം. സ്വസ്വരൂപം അപരിത്യജ്യ, വിത്തൗട്ട് ലൂസിങ് ദി വെരി നേച്ചർ ഓഫ് ദി തിങ്. സ്വസ്വരൂപം അപരിത്യജ്യ, സ്വന്തം സ്വരൂപത്തെ പരിത്യജിക്കാതെ രൂപാന്തര ആപത്തി, പലതായിട്ട് എക്സ്പ്രസ്ഡ് ആവാനുള്ള ശേഷി. ഈ ശേഷി വിശേഷം കൊണ്ട് സത്യം പലതായി പരിലസിച്ചതാണ് പ്രപഞ്ചം. ഇതിനെ സംബന്ധിക്കുന്ന അണ്ടർസ്റ്റാൻഡിങ്, ബേസിക് നോളജ്, ഇതാണ് ഭഗവാൻ ആദ്യം അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു യോഗ സാധകനും ഈ ഒരു താത്വികമായ അവബോധമാണ് നേടേണ്ടത്. ഇനി എന്താണ് മായികമായി ആവിഷ്കൃതമാവുന്ന, എക്സ്പ്രസ്ഡ് ആവുന്ന പ്രപഞ്ചത്തിൻ്റെ നേച്ചർ? ഭഗവത്ഗീതയിൽ പലയിടങ്ങളിലായി പരാമർശിച്ചിട്ടുള്ള കാര്യം
ആഗമ അപായിനോഹ അനിത്യാഹ. പല പ്രകാരത്തിൽ ഇത് വർണ്ണിക്കുന്നുണ്ട്. 18 അധ്യായങ്ങളിലും പലയിടങ്ങളിലായിട്ട് പല പ്രകാരത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ഇത്രയാണ് മനസ്സിലാക്കാനുള്ളത്. അതൊന്നും തന്നെ സ്ഥായിയായി നിലനിൽക്കുന്നതല്ല. പലതരത്തിലുള്ള മോഡിഫിക്കേഷൻസും ഇതിൽ സംഭവിക്കുന്നുണ്ട്. വേരിയസ് മോഡിഫിക്കേഷൻസ്. അസ്ഥി ജായത്തെ വർദ്ധതെ വിപരിണമത്തെ അപക്ഷീയത്തെ വിനശ്യതി എന്നിങ്ങനെ വളരുന്നു, വികസിക്കുന്നു, പലതരത്തിൽ പരിണമിക്കുന്നു, ഒടുക്കം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നു. മരണത്തെക്കുറിച്ച് വളരെ താത്വികമായ ഒരു പ്രയോഗമുള്ളത് പഞ്ചത്വം ഗത എന്നതാണ്. 5ലേക്ക് പോയി. അപ്പോൾ 5 ഘടകങ്ങൾ അത് കൂടി ചേർന്നാണ് പ്രപഞ്ചത്തിൻ്റെ കൺസ്ട്രക്ഷൻ, ഇത് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടത്. അത് സ്വാഭാവികമായിട്ടും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകും. ഈ ഒരു മാറ്റത്തെ അനുവദിച്ചുകൊണ്ട് മാറി നിന്ന് വേണം സാമ്യബുദ്ധി പുലർത്താനും സമാശ്വാസം നുകരാനും പരമമായ ശാന്തി അനുഭവിക്കാനും. അപ്പം ആദ്യം വിവേകത്തിൻ്റെ പാഠം. ഇനി വൈരാഗ്യം ഉണരട്ടെ, വളരട്ടെ. എന്താ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ? വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിദ്വേഷം എന്നല്ല അർത്ഥം. മറിച്ച് ഇത് ശാശ്വതമല്ല എന്നതുകൊണ്ട് ഇതിൽ ശാശ്വതമായ സുഖം ഇതിൽ ലഭ്യമല്ല. ഇതും വിവേകപൂർണമായിട്ടുള്ള ഒരു പാഠമാണ്. വിഷയാധിഷ്ഠിതമാണ്, വിഷയത്തിൽ സുഖമുണ്ട് എന്ന ചിന്ത അത് വിവേകത്തിൻ്റെ പാഠമായിട്ട് പറഞ്ഞു തരും. ഏഹി സംസ്പർശജാ ഭോഗാഹ ദുഃഖയോനയ ഏവത്തെ. സംസ്പർശജങ്ങളായ ചില ഭോഗങ്ങളുണ്ടോ അവയൊക്കെ ദുഃഖത്തിൻ്റെ യോനികളാണ്. സുഖം പ്രതീക്ഷിച്ച് നാം പലതിൻ്റെ പിറകെയും പ്രയാണം ചെയ്യാറുണ്ട്, പലതിനെയും തേടി സ്വന്തമാക്കാനൊക്കെ ഉത്സാഹിക്കാറുണ്ട്. പക്ഷേ സ്വന്തം ജീവിതത്തിൽ ലഭ്യമായ അനുഭവങ്ങളെ വിശകലനം ചെയ്ത് നോക്കിയാൽ യോഗശാസ്ത്രവും ഈ നിർദ്ദേശം തരുന്നുണ്ട്. അനലൈസ് ചെയ്യൂ അനുഭവങ്ങളെ. അങ്ങനെ വിശകലനം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അവ വാസ്തവത്തിൽ സുഖം തന്നു എന്ന് എൻ്റെ ഒരു വെറും ചിന്ത മാത്രമായിരുന്നു. അപ്പം ഇതിൽ നിന്ന് സുഖം പ്രതീക്ഷിക്കാതിരിക്കുക. ഈ ഒരു മെച്യൂരിറ്റിയെയാണ്, ഈ ഒരു പക്വതയെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അങ്ങനെ വിവേകം ആർജിച്ച ശേഷം തത്വബോധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വൈരാഗ്യസമ്പന്നരാവുക. അതിനുശേഷം അഭ്യാസത്തെ ചെയ്യണം. അഭ്യാസത്തിൻ്റെ വിഷയത്തിൽ ഹൗ ടു പ്രാക്ടീസ് ഇറ്റ്. അഭ്യാസത്തിൻ്റെ വിഷയത്തിൽ നാം നേരിടുന്ന വലിയ പ്രശ്നം എന്ന് പറയുന്നത് ജന്മജന്മാന്തരങ്ങളിലായി നാം സമാഹരിച്ചു പോയ സംസ്കാരത്തിൻ്റെ വാസനകളുടെ പ്രകൃതിയുടെ പ്രബലമായ സ്വാധീനമാണ്. സംസ്കാരം, വാസന, പ്രകൃതി എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഇവ സൂചിപ്പിക്കുന്നത് എന്താണ്? ജന്മജന്മാന്തരങ്ങളിലായി അക്വയർ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇംപ്രഷൻസ്. ഈച്ച് ആൻഡ് എവറി എക്സ്പീരിയൻസ് creates an impression in our inner equipment, that is mind, intellect, ചിത്തം, അഹങ്കാരം എന്നൊക്കെ പറയും. അപ്പം ഈ ഒരു അന്തഃകരണത്തിൽ ഓരോ അനുഭവവും ഓരോരോ പാട് വീഴ്ത്തുന്നുണ്ട്. ഈ പാടുകളെയാണ് അതിൻ്റെ കണക്കെടുക്കാൻ പറ്റില്ല. ജന്മജന്മാന്തരകൃതം. ഇത്രയൊക്കെ സംസ്കാരത്തിനൊക്കെ ഇരിക്കാൻ സ്ഥലം വേണ്ടേ ചോദിക്കുക. കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ഈ ഒരു വികസിത കാലത്ത് നമുക്കറിയാം ഇതിനൊന്നും സ്പേസ് ആവശ്യമില്ല, അഥവാ വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്പേസേ വേണ്ടൂ. ഈ നിലയിൽ സംസ്കാരത്താൽ നാം സമ്പന്നരാണ്. അനവധി ജന്മജന്മാന്തര സ്മൃതികൾ, ഓർമ്മകൾ, വാസനകൾ, പ്രകൃതി അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതിനെ
ഇതിനെങ്ങനെ ഓവർകം ചെയ്യാമെന്ന് യോഗശാസ്ത്രത്തിൽ അന്വേഷിച്ചാൽ അവിടെ യമവും നിയമവും പ്രാണായാമവും പ്രത്യാഹാരവും ധ്യാനവും ധാരണയും ധ്യാനവും സമാധിയും ഒക്കെ ഉപദേശിക്കും. ഇതേ പാഠം അർജുനനെ സംബന്ധിച്ച് പറയുക മാൻ ഓഫ് ആക്ഷൻ എന്നാണ്. അർജുനനെ അടക്കിയിരുത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അത്രത്തോളം ക്ഷത്രിയ വാസനയുടെ പ്രാബല്യവും സ്വാധീനവും ഇൻഫ്ലുവൻസ് അത് അർജുനനുണ്ട്. അങ്ങനെയുള്ള ഒരു അർജുനനോട് യമം പരിശീലിക്ക്, നിയമം അനുസരിക്ക്, പ്രാണായാമം ചെയ്യ് എന്ന് പറയുന്നതിന് പകരം ഭഗവാൻ ചോദിക്കുന്നു, ഹേ അർജുന, കുറച്ച് നാടകീയമായിട്ട് പറയുകയാണെങ്കിൽ, നിന്നെ നീയാക്കി മാറ്റിയ നിന്റെ ചുറ്റുപാടിനെക്കുറിച്ച് നീ ആലോചിക്കാറുണ്ടോ? നിന്നെ നീയാക്കി മാറ്റിയ നിന്റെ ചുറ്റുപാടിനെക്കുറിച്ച് കൃതജ്ഞതയുണ്ടാവട്ടെ അർജുന. പ്ലീസ് ഹാവ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി തോന്നിയാൽ എന്തു ചെയ്യണം? നന്ദി തോന്നിക്കഴിഞ്ഞാൽ വി ഹാവ് ടു സെർവ്. സർവീസിൻ്റെ, കർമ്മയോഗത്തിൻ്റെ, യജ്ഞത്തിൻ്റെ, തിങ്ക് അബൌട്ട് അതേഴ്സ്, ഇങ്ങനെ എല്ലാറ്റിനെയും പരിഗണിച്ച് എല്ലാറ്റിൻ്റെയും നിലനിൽപ്പ് ഉറപ്പാക്കുന്ന പ്രകാരത്തിലുള്ള ഒരു കർമാധിഷ്ഠിത ജീവിതം, കർമ്മയോഗ ജീവിതം ഭഗവത്ഗീതയിൽ വിസ്തരിക്കുന്ന സമയത്ത് ഈശ്വരാർപ്പണ കർമ്മം എന്നിങ്ങനെയൊക്കെ പ്രതിപാദിക്കും. ഏതായാലും അങ്ങനെയുള്ള ഒരു ജീവിതമാണ് നാം അനുസരിക്കേണ്ടത് എന്ന് ഭഗവത്ഗീത ഇവിടെ ഈ ഒരു പ്രകാരത്തിൽ സ്നേഹപൂർവം സേവന സന്നദ്ധരായി കർമ്മമേഖലയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നവരോടൊക്കെ സഹകരിച്ചുകൊണ്ട്, സഹകരണത്തിൻ്റെ പാഠം അത് കർമ്മയോഗത്തിൽ പ്രധാനമാണ്. വിവിധ വാസനാ പ്രാബല്യങ്ങളാണ്. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള വാസനകൾ കൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും. അവരാണ് ഒരു കർമ്മ മേഖലയിൽ ഒന്നിച്ചു വരുന്നത്. അവിടെ കുറേ കോൺഫ്ലിക്ട്സിന് പോസിബിലിറ്റി ഉണ്ട്. പലതരത്തിലുള്ള സംഘർഷങ്ങൾക്കും സാധ്യതയുണ്ട്. ഈ സംഘർഷങ്ങളെയൊക്കെ സമീകരിച്ചുകൊണ്ട് വി ഹാവ് ടു അഡ്രസ് ഇറ്റ് പ്രോപ്പർലി സോ ദാറ്റ് എവറി കോൺഫ്ലിക്ട്സ് they should be resolved. അങ്ങനെ എല്ലാറ്റിനെയും സമീകരിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകണം. ഇങ്ങനെ കർമ്മയോഗത്തിൻ്റെ പാഠം അനവധി അധ്യായങ്ങളിലായിട്ട് പല ആസ്പെക്റ്റുകൾ പങ്കുവെച്ച് തരും. ഇത്രയൊക്കെ ഒരു സാധകൻ ചെയ്യാൻ തയ്യാറാവുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ അർജുനനെ സംബന്ധിച്ചിടത്തോളം അർജുനൻ ഇതികർത്തവ്യഥ മൂഢനായി തളർന്നിരിക്കുകയായിരുന്നു. ഇവിടെ ഭഗവാൻ അർജുനനോട് പറയുന്നത് തസ്മാത് ഉത്തിഷ്ഠ കൗന്തേയ യുദ്ധായ കൃതനിശ്ചയ. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നത് കൊണ്ട് ഒരു തരത്തിലുള്ള ധാർമ്മിക നിഷ്ഠയും ധാർമ്മിക സാക്ഷാത്കാരവും തത്വബോധവും നീ നേടാൻ പോകുന്നില്ല. സോ ബി ദേർ വേർ യു ആർ. അവിടെ നിന്നുകൊണ്ട് വേണം ചുറ്റുപാടുമുള്ള പ്രപഞ്ചത്തോട് നന്നായി റെസ്പോണ്ട് ചെയ്തുകൊണ്ട് വേണം, നന്നായി ലോകത്തോട് പ്രതികരിച്ചുകൊണ്ട് വേണം ഉള്ളിലുള്ള സമീകരണത്തെ ഉറപ്പാക്കാൻ. അതുകൊണ്ട് കർമ്മയോഗ സംബന്ധിയായിട്ട് ഭഗവാൻ 3 പാഠങ്ങൾ പ്രതിപാദിക്കുന്നു. ഒന്ന്, യോഗ കർമ്മസു കൗശലം, എഫിഷ്യൻസി ഇൻ ആക്ഷൻ. 2, സമത്വം യോഗ ഉച്യതേ. ലോകത്തിൽ വൈവിധ്യങ്ങളുണ്ട്, അവിടെ സമത്വം കാണാൻ സാധിക്കില്ല. പക്ഷേ ആ ലോകം നമ്മിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മിലെ വിവേകം കൊണ്ട് അതിനെ അസസ് ചെയ്ത് അവിടെ ഒരു സമീകരണം സാധിച്ചോളണം. അത് അനുഭവങ്ങളിലായാലും ശരി, വ്യക്തിവിശേഷങ്ങളിലായാലും ശരി, ജീവിവർഗത്തിലായാലും ശരി, വസ്തുജാലത്തിലായാലും ശരി. 3 പ്രകാരത്തിലുള്ള സമത്വം. അനുഭവങ്ങൾ ലാഭനഷ്ട ജയ പരാജയ ശീത ഉഷ്ണ സുഖ ദുഃഖാദികൾ വരട്ടെ, മെൻ്റൽ ബാലൻസ് ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ്.
ഇതുപോലെ വ്യക്തികൾ വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഏകവിഹസ്തിനി ശുനി ചൈവശ്വപാകേച്ച. വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനാകട്ടെ, പശുവാകട്ടെ, ആനയാകട്ടെ, കുതിരയാകട്ടെ, നായയാകട്ടെ, നായയെ കൊന്നു തിന്നുന്നവനാകട്ടെ, സമബുദ്ധിർവിശിഷ്യത്തെ. സമലോഷ്ട അശ്മകാഞ്ചന, സ്വർണവും മണ്ണാങ്കട്ടയും കല്ലും ഒക്കെ ഒരുപോലെ. ഇത് വിവേകം കൊണ്ടാണ് സാധിക്കേണ്ടത്. ഇൻ അവർ എക്സ്പീരിയൻസ്, നമ്മുടെ അനുഭവത്തിൽ വൈവിധ്യങ്ങളുണ്ട്. വേരിയസ് എക്സ്പ്രഷൻസ് അതെ, ബട്ട് ഇൻ ദി എസെൻഷ്യൽ വൈസ് അവയുടെയൊക്കെ എസൻസ് എന്താണ് എന്നന്വേഷിക്കുന്നിടത്താണ് സമബുദ്ധി. ഈ സമബുദ്ധി അനുസരിച്ചുകൊണ്ട് മനസ്സിനെ പക്വതപ്പെടുത്തണം. സമത്വം യോഗ ഉച്യത്തെ. തഥാ ദ്രഷ്ടു അവസ്ഥാനം. ഇങ്ങനെ പരിശീലനം കൊണ്ട് ക്രമത്തിൽ സമാധൗ അചലാബുദ്ധി തഥാ യോഗം അവാപ്സ്യസി. സമാധിയിൽ, ആത്മതത്വത്തിൽ ഉറയ്ക്കുക, ദ്രഷ്ടാവിൽ അവസ്ഥാനം നേടുക. ഇതാണ് യോഗ സാക്ഷാത്കാരം. ഇത് ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ പ്രായോഗിക തലത്തിൽ ജീവിതത്തെ നിഷേധിക്കാതെ, വൈവിധ്യങ്ങളെ അപലപിക്കാതെ, ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഓടിപ്പോകാതെ എങ്ങനെ യോഗിയാകാം? തപസിഭ്യോ അധികോ യോഗി, കർമ്മിഭ്യശ്ചാധികോ യോഗി, ജ്ഞാനിഭ്യശ്ചാധികോ യോഗി എന്നിങ്ങനെ യോഗത്തിൻ്റെ മാഹാത്മ്യത്തെ വളരെ വർണ്ണിക്കുന്നുണ്ട് ഭഗവാൻ. തപസ്വികളെക്കാൾ, കർമ്മ അനുഷ്ഠാനത്തിൽ മുഴുകിയവരെക്കാൾ, വേദാധ്യയനം ചെയ്യുന്നവരെക്കാൾ, ജ്ഞാനികളെക്കാൾ അന്ധക്കരണത്തിൻ്റെ സാമ്യാവസ്ഥയെ ശരിയായ അറിവുകൊണ്ട്, ശരിയായ വൈരാഗ്യം കൊണ്ട്, ശരിയായ അഭ്യാസം കൊണ്ട് ഉറപ്പാക്കിയിട്ടുള്ള ആളാണ് യോഗി. തസ്മാത് യോഗി ഭവാർജുന. അതുകൊണ്ട് യോഗിയായിരിക്കേ അർജുന എന്ന ആഹ്വാനം. തസ്മാത് യോഗി ഭവാർജുന എന്നുള്ളത് മുഴുവൻ ലോകത്തോടുമുള്ള ആഹ്വാനമാണ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നാം സജീവം, ചടുലമായി കർമ്മമേഖലയിൽ വ്യാപരിക്കണം. ഒപ്പം തന്നെ അന്ധക്കരണത്തെ ശാന്തമാക്കി നിർത്താനും പരിശീലിക്കണം. അകത്ത് പരമപ്രശാന്തി, പുറത്ത് സമുജ്വലമായ കർമ്മം. ഇതിന് രണ്ടിനെയും ഇണക്കാൻ സാധിക്കണം. ഇതാണ് യോഗശാസ്ത്രത്തിൻ്റെ വിസ്താരമായി ഭഗവത്ഗീത പറഞ്ഞു തരുന്നത്. ഭഗവത്ഗീത അഡ്രസ് ചെയ്യാത്ത വിഷയങ്ങളില്ല. 6-ാം അധ്യായത്തിൽ അവനവനെ ആക്ഷേപിക്കുന്ന, അപമാനിക്കുന്ന സ്വാഭാവിക പ്രവണതയെ അതിക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. ഉദ്ധരേതാത്മനാത്മാനം നാത്മാനം അവസാദയേത്. നമുക്ക് നമ്മളെക്കുറിച്ചൊരു മതിപ്പ് തോന്നണമെന്ന് പറയുക. അതിൻ്റെ വിശദാംശമൊക്കെ ഭഗവാൻ പിന്നീട് പറഞ്ഞു തരുന്നുണ്ട്. ഈശ്വരഃ സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. സകല ഭൂതജാലങ്ങളിലെയും ഹൃദയത്തിൽ ഈശ്വരൻ വർത്തിക്കുന്നു. പിന്നെ ഞാൻ എങ്ങനെ മോശക്കാരനാകും, മോശക്കാരിയാകും? ഐ എം നോട്ട് ഇൻസിഗ്നിഫിക്കൻറ്റ് ആൻഡ് ഹെൽപ്ലെസ് എന്ന ഒരു ബോധ്യത്തിൽ തസ്മാത് ഉത്തിഷ്ഠ. തുടർന്ന് തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. ഈ മഹത്തായ അറിവ് നേടിയെടുക്കാൻ ഗുരുവിനെ സമീപിക്കണം. കഠോപനിഷത്തിൽ ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവറാൻ, നിബോധത എന്ന നിർദ്ദേശം പോലെ ഇങ്ങനെ എഴുന്നേറ്റ് ഗുരുവിനെ സമീപിച്ച് കാര്യം മനസ്സിലാക്കി യോഗാനുസൃത ജീവിതം നയിക്കുന്ന സമയത്ത് എന്തൊക്കെ പ്രാക്ടിക്കൽ ടിപ്സാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ദൃഷ്ടാന്തമായിട്ട് യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഈ യോഗം എന്ന് പറഞ്ഞാൽ സാമ്യബുദ്ധി, കർമ്മരംഗത്തുള്ള കുശലത, അതേസമയം തന്നെ ദ്രഷ്ടാവിൽ സ്വസ്ഥനായിട്ടിരിക്കൽ. ഇത് സാധിക്കണമെങ്കിൽ ആഹാര വിഷയത്തിൽ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ വിഹാര വിഷയത്തിൽ ശ്രദ്ധിക്കണം, ചേഷ്ടകൾ
യുക്തമായിരിക്കണം. ഇതുപോലെ ഉറക്കവും ഉണർവും എല്ലാറ്റിലും ഒരു ഡിസിപ്ലിൻ, യമനിയമാദികൾ ഭഗവാൻ ഇവിടെ വളരെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞിരുന്നു. എത്ര ഭക്ഷണം കഴിക്കണം, എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, സാത്വികമായ ആഹാരം 17-ാം അധ്യായത്തിൽ വിശദീകരിച്ചു. ആ ഭക്ഷണം കഴിക്കൂ. ഇതുപോലെ യുക്തചേഷ്ടകളാവട്ടെ, ശരീരതലത്തിൽ, ഇന്ദ്രിയ തലത്തിൽ, മനസ്സിൻ്റെ തലത്തിലൊക്കെ ചേഷ്ടകളെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച് നിർദ്ദേശിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ഈ യോഗാനുഷ്ഠാനം ദുഃഖത്തെ അതിക്രമിക്കുന്നതിന്, ക്ലേശങ്ങളെ ജയിക്കുന്നതിന് സഹായകമാവുള്ളൂ. ഇല്ലെങ്കിൽ പലതരത്തിലുള്ള ആധ്യാത്മിക അനുഷ്ഠാനങ്ങളും അനുഷ്ഠാതാവിൽ ഭാരത്തെ സമ്മാനിക്കുകയുള്ളൂ. ഈ ഒരു താളം മനസ്സിലാക്കി ജീവിതത്തെ ആസൂത്രണം ചെയ്യണം. ഇങ്ങനെ വിവേകാധിഷ്ഠിതമായി വൈരാഗ്യത്തെ ആർജിച്ച് കർമ്മയോഗ പന്ഥാവിലൂടെ സദ്ഗുരുക്കന്മാരിൽ നിന്ന് ശാസ്ത്രത്തെ ശ്രവിച്ച് പരമമായ അക്ഷരതത്വത്തെക്കുറിച്ച് ബോധം നേടി അതിൻ്റെ പശ്ചാത്തലത്തിൽ വികാര വിചാരങ്ങളെയൊക്കെ വിശകലനം ചെയ്ത് സാമ്യബുദ്ധി ഉറപ്പാക്കാൻ ഉദ്യമിക്കുന്നവർക്ക് സമാധി അനുഗ്രഹമുണ്ടാകും. ഭഗവത്ഗീത ഉപദേശിക്കുന്ന സമാധി അത് നിശ്ചേഷ്ടമായിട്ട് ഇരിക്കലല്ല. ഭഗവാൻ സ്വന്തം ദൃഷ്ടാന്തത്തെ പ്രതിപാദിക്കുന്നു. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്തയേവ ച കർമ്മണി. 3 ലോകത്തിലും അർജുന, എനിക്ക് നേടാനും നഷ്ടപ്പെടാനും ഒന്നുമില്ല. ഹെൻസ് ഐ ഡോണ്ട് ഹാവ് എനി ഡ്യൂട്ടീസ് ടു ഡിസ്ചാർജ്. ഒരു കർമ്മവും ചെയ്യേണ്ടതായിട്ടില്ല. സ്റ്റിൽ ഐ ആം വെരി ആക്റ്റീവ് ഇൻ ദി ഫീൽഡ് ഓഫ് ആക്ഷൻ. എങ്കിലും ഞാൻ കർമ്മമധ്യേ സജീവമാണ്. ജനകാദികൾ ഈ വഴിയെ പിന്തുടർന്നവരാണ്. അതുകൊണ്ട് അർജുന, തസ്മാദുത്തിഷ്ഠ കൗന്തേയ യുദ്ധായ കൃതനിശ്ചയ. യോഗം എന്ന് പറയുന്നത് നിശ്ചേഷ്ടതയാണ് എന്ന ധാരണ നമുക്ക് ഒരിക്കലും വരാതിരിക്കട്ടെ. ആധ്യാത്മികത എന്ന് പറയുന്നത് ലോകവിരുദ്ധമാണ് എന്ന ചിന്ത നമ്മെ സ്വാധീനിക്കാതിരിക്കട്ടെ. നമ്മുടെ താല്പര്യങ്ങളെയും നമ്മുടെ ആവേശങ്ങളെയും നമ്മുടെ പരിസരങ്ങളെയും അത് സമ്മാനിക്കുന്ന ഉത്തരവാദിത്വങ്ങളെയും എല്ലാം പരിഗണിച്ചുകൊണ്ട് എങ്ങനെ ജന്മാവകാശമായ ആനന്ദം നേടിയെടുക്കാൻ സാധിക്കും, എല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ ഒരു ചോദ്യത്തോടുകൂടി വേണം നാം യോഗ പഠനത്തിലേക്ക്, പരിശീലനത്തിലേക്ക് പ്രവേശിക്കാൻ. ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ബോധ്യം വളരെ കാഷ്വലായി പോകും. ചില ആസനങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതാണ്. ആസനങ്ങൾ തീർച്ചയായിട്ടും ഉപദിഷ്ടമായിട്ടുണ്ട്. ശരീരത്തെ മെരുക്കിയെടുക്കാൻ, ശാരീരികമായ തപസ് മെരുക്കിയെടുക്കണം, അനുകൂലമാക്കിയെടുക്കണം. അതിലൂടെ മനസ്സിനെ സ്വാധീനിക്കാൻ സാധിക്കും. പ്രാണായാമം ഉപദിഷ്ടമായിട്ടുണ്ട്, ഭഗവത്ഗീതയിലുണ്ട്. ഈ കാര്യങ്ങൾ മാത്രമാണ് യോഗം എന്ന് ധരിക്കരുത്. യോഗ പഠനത്തിന് പ്രാഥമികമായി വേണ്ടത് അവനവനെക്കുറിച്ചുള്ള, അവനവൻ്റെ അന്തഃപ്രവണതകളെക്കുറിച്ചുള്ള, അവനവൻ്റെ ആവേശങ്ങളെക്കുറിച്ചുള്ള, അവനവൻ്റെ പരിസരങ്ങളെക്കുറിച്ചുള്ള, അവനവൻ്റെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചുള്ള, അവനവൻ്റെ സ്വഭാവശീലങ്ങളെക്കുറിച്ചുള്ള, അന്തസംഘർഷങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാക്കിയ ശേഷം ഇതിനൊക്കെ മറുവശത്ത് എന്ത് പറഞ്ഞു തരുന്നു എന്ന് മനസ്സിലാക്കി അവയെ തമ്മിൽ ഇണക്കി കൊണ്ടുപോകാൻ സാധിക്കണം. ഇങ്ങനെയുള്ളൊരു അന്വേഷണത്തിനൊരു സാധകൻ മുതിരുന്ന സമയത്ത് അവരവരുടെ രീതി സ്വാഭാവികവും സന്തോഷം നിറഞ്ഞതുമായ ഒരു രീതി ലഭ്യമാവും. ഇപ്പം ആസനത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് സ്ഥിരം സുഖം ആസനം, സ്ഥിരമായിട്ടിരിക്കാൻ പറ്റണം, സുഖമായിട്ടിരിക്കാൻ പറ്റണം, ആയാസത്തോടുകൂടി ഇരിക്കുന്നതല്ല എന്ന് പറഞ്ഞു തരുന്നു. ഇത് ഋഷീശ്വരന്മാർ നിരീക്ഷിച്ചിട്ടുണ്ട്, ദീക്ഷിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രസാദം നമുക്ക് ഉപയോഗപ്പെടണമെങ്കിൽ
നാം നമ്മിൽ നിന്ന് ആരംഭിക്കണം. ഇപ്പോൾ യോഗം എന്ന് പറയുന്ന വെറും ചില ആസനങ്ങളല്ല, മറിച്ച് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യത്തെ ദ്യോതിപ്പിക്കുന്ന പദമാണ്. ഇൻ്റർനാഷണൽ യോഗ ഡേ അവർ ഡിക്ലെയർ ചെയ്തപ്പോൾ ആഗോള തലത്തിൽ പ്രചരിതമായത് ഏതാനും ആസനങ്ങളുടെ അനുഷ്ഠാനമായിരിക്കും. പക്ഷേ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുന്ന പോലെ അതിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. അവിടുന്നും ഇനിയും യാത്ര ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാം. ഭഗവാൻ യോഗത്തെക്കുറിച്ചൊരു നിർവചനം ഭഗവത്ഗീതയിൽ 6-ാം അധ്യായത്തിൽ നൽകിയിട്ടുള്ളത് ദുഃഖ സംയോഗ വിയോഗം യോഗ ഉച്യതേ എന്നാണ്. ദുഃഖ സംയോഗത്തിൻ്റെ വിയോഗമാണ് യോഗം. അപ്പം ദുഃഖ സംയോഗം എന്ന് പറയുന്നത് അജ്ഞാനം കൊണ്ട്, ഡ്യൂ ടു ഇഗ്നറൻസ് സംഭവിച്ചു പോയതാണ്. അത് വിജ്ഞാനം കൊണ്ട് അതിക്രമിക്കണം. ഇൻ ഓർഡർ ടു അച്ചീവ് റൈറ്റ് നോളജ് അബൌട്ട് ദി സെൽഫ് ആൻഡ് അബൌട്ട് ദി വേൾഡ്, അതിന് വിജ്ഞാന ആർജനത്തിന് നമ്മുടെ അന്ധക്കരണത്തിൻ്റെ സാമ്യബുദ്ധി ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പല അനുഷ്ഠാനങ്ങളും നിർദ്ദേശിച്ചിരിക്കുന്നു. ഇപ്പം അറിവ്, അതിൽ നിന്നുണ്ടാകുന്ന വിവേകബുദ്ധി, വിവേകാധിഷ്ഠിതമായി ആർജിക്കുന്ന വൈരാഗ്യം, വൈരാഗ്യ സംബന്ധിയായ അഭ്യാസം കൊണ്ട് നേടുന്ന ദൃഢത, വീണ്ടും ശാസ്ത്രജ്ഞാനത്തിൻ്റെ അനുഗ്രഹം, ഇങ്ങനെ നേടുന്ന ഒരു സുസ്ഥിതി. ഈ സുസ്ഥിതി നേടിയവർ വീണ്ടും ലോകസംഗ്രഹാർത്ഥം ലോകത്തിൽ വിഹരിക്കും എന്ന് തന്നെ ഭഗവാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ പാഠവും കൂടി നമുക്ക് ഓർമ്മയുണ്ടാവട്ടെ. ഇങ്ങനെ എല്ലാവർക്കും അവരവരുടെ തലത്തിൽ നിന്ന് യോഗ പാഠങ്ങളും ഭഗവത്ഗീത പാഠങ്ങളും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനും സാമ്യസ്ഥിതി ആർജിക്കാനും സാധിക്കുമാറാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും വന്ദനം. ഹരി ഓം.